സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ABC ന്യൂസ് ഒരു ചാനലാണ്, സംഗീത ചാനലാണ്. അവർ ലോകത്തിലെ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്. മലയാളി എവിടെയൊക്കെ പോയി എന്തൊക്കെ ബിസിനസ് ചെയ്യുന്നു, അവരെന്തെല്ലാം ചെയ്യുന്നു, അവരുടെ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ക്യാമ്പയിന് വേണ്ടിയോ ആരെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള ചർച്ച ചെയ്യാണ്. രണ്ട് പൊട്ടന്മാരെന്നേ എനിക്ക് പറയാൻ കഴിയും. കാരണം ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ബിസിനസ് ചെയ്യണം, അവന് ലാഭം ഉണ്ടാവണം. അത് ജാതിയും മതവും നോക്കിയൊന്നുമല്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ബിസിനസ് ചെയ്യുന്നു. അതായത് ഓരോ രാജ്യത്തെ ഗവൺമെന്റുകൾ അവരുടെ അടുത്ത നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. അവർക്ക് മലയാളികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കാര്യപ്പെട്ട രണ്ട് ബിസിനസ്സുകാർ എന്ന് പറയുന്നത് മലബാർ ഗോൾഡ്, ഒന്ന് യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പ്. അപ്പോൾ അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പൊട്ടന്മാർക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് UK ബർമിംഗ്ഹാമിൽ മലബാർ ഗോൾഡിന്റെ ഒരു ഷോറൂം തുറക്കുന്നു. അവിടെ ഒരു പാകിസ്ഥാനി സ്ത്രീയെ അതിൻ്റെ പ്രചാരകയായിട്ടോ അല്ലെങ്കിൽ ആകർഷണ കേന്ദ്രമായിട്ടോ മുഖ്യാതിഥിയായിട്ടോ അങ്ങനെ ഒരാളിനെ കൊണ്ടുവന്നു. കാര്യം ബർമിംഗ്ഹാമിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പാകിസ്ഥാനികൾ കൂടുതൽ പാർക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പാകിസ്ഥാനിലെ ഒരാളിനെ വിളിച്ച് കൊണ്ടുവന്ന് അല്ലെങ്കിൽ സ്റ്റേജിൽ ഇരുത്തി വിചാരിച്ചെന്നാണ് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ ആ സ്ത്രീ ഇന്ത്യക്കെതിരായി ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. അത് ഭയങ്കര എതിരാണ് എന്ന് പറയാനൊന്നും നോക്കൂല, എതിരായിട്ടാണെന്ന് പറയാനൊക്കില്ല. കാരണം ഈ മഞ്ഞക്കാമല പിടിച്ചവന് കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് തോന്നുമെന്ന് പറയുന്ന പോലെ വർഗീയത കണ്ടെത്താൻ നോക്കിയാൽ അതിൽ വർഗീയത നമുക്ക് കണ്ടെത്താൻ കഴിയും, എല്ലാത്തിലും കണ്ടെത്താൻ കഴിയും. വർഗീയത ഇല്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് വർഗീയത കണ്ടെത്താനും കഴിയില്ല. അപ്പോൾ ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഏഷ്യൻ കപ്പ് ക്രിക്കറ്റ് മത്സരം, ഫൈനൽ മത്സരം നടന്നപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയായിട്ടാണ് മത്സരം നടന്നത്. അപ്പോൾ അതിൽ രാഷ്ട്രീയം കയറ്റുക, അതിൽ വർഗീയം കയറ്റുക. ഇപ്പോൾ പാകിസ്ഥാന്റെ ഒരാള്, ഒരു മന്ത്രി, ഇപ്പോൾ അത് ട്രോഫി കൊടുക്കുന്ന അയാളാണ് അതിന്റെ മെയിൻ ഉന്നത സ്ഥാനത്തിരിക്കുന്ന അയാളെ കപ്പ് വാങ്ങിക്കൂല എന്ന് ഇന്ത്യക്കാർ, ക്യാപ്റ്റനും ബാക്കിയുള്ള ടീം അംഗങ്ങളും പറയുന്നു. അവരുടെ സ്വന്തം അഭിപ്രായമാണ് അത്? അല്ല. അതിൽ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം നോക്കുക, കളിക്കുന്നവർ കളിക്കട്ടെ. കളിയുടെ ഇടയിൽ എന്തിനാണ് രാഷ്ട്രീയം കയറ്റുന്നത്? അവിടെ വർഗീയ ചേരുവതകൾ ഉണ്ടാക്കുക, ജനങ്ങളുടെ ഇടയിൽ വെറുപ്പും വിദ്വേഷം വളർത്തുക, ജനങ്ങളുടെ ഇടയിൽ ഇപ്പൊ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഇന്ത്യക്കാർ വെറും വർഗീയവാദികളാണെന്ന് വരുത്തി തീർക്കുകയല്ലേ ചെയ്യുന്നത്. അവിടെ ഇപ്പൊ ട്രോഫി വാങ്ങിക്കുന്നതിന് പാകിസ്ഥാനി എന്നാ പാകിസ്ഥാനിയുടെ വകയാണ് അതായിരുന്നു? അല്ലല്ലോ. ഏഷ്യൻ കപ്പ് ക്രിക്കറ്റ് സംഘാടന ഇപ്പൊ അറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് പ്രേമികളിലൊന്ന് ഇന്ത്യയാണ്, രണ്ടാമത് പാകിസ്ഥാനാണ്. അപ്പോൾ നമ്മളെങ്കിൽ കളിക്കാൻ പോകുന്നതിനാണ് പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾ കളിക്കാനില്ല, ഞങ്ങൾ ഏഷ്യ കപ്പിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയാമല്ലോ. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം വേണം. ട്രോഫി പാകിസ്ഥാൻ കൊടുത്താൽ വാങ്ങിക്കില്ല, അതൊന്നും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ പറ്റാറില്ല. അപ്പൊ അത് ഇവിടെയുള്ള ചെറ്റുകാർക്ക്, ഈ RSSകാർക്കും സംഘപരിവാറുകാർക്ക് മനസ്സിലാവില്ല. അവിടെ അവർ രാഷ്ട്രീയം കയറ്റുന്നു, അവിടെ അവർ വർഗീയത ഉണ്ടാക്കുന്നു. ജനങ്ങളുടെ മുമ്പിൽ ഇന്ത്യക്കാർ വേറും മറ്റവന്മാരാക്കുന്ന പരിപാടിയാണ് ഇതെല്ലാം. ഇതൊന്നും നമുക്ക് ചേർന്നല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമാണ് ഇന്ത്യ. ഇപ്പൊ മതേതരത്വമൊക്കെ പോയി, ഈ സംഘികളും സംഘപരിവാറുകാരും ഭരിച്ചാൽ അറിയാമില്ല. അവരുടെ നിയമങ്ങളും അവരുടെ നിഷ്ഠൂരങ്ങളും ബാക്കിയുള്ളവർ അങ്ങനെ സഹിച്ചോളണം, അങ്ങനെ ജീവിച്ചോളണം. അത് നിങ്ങൾ കുറച്ച് നാളത്തേക്ക് നടക്കുന്നത്. ഇപ്പൊ മോഡി ഇരിക്കുന്നവണ് നടക്കും. ഇതൊന്നും കാലാകാലം മോഡി എവിടെ ഭരിക്കുന്നൊന്നും കണക്കാക്കണ്ട. ഇപ്പൊ പണ്ട് RSS എന്ന് പറഞ്ഞാൽ ഒരു സൈസ് നാണക്കേടായിരുന്നു. അതിൽ പ്രവർത്തിക്കുന്നതും അതിൽ പങ്കെടുക്കുന്നതും RSSന്റെ പദചലനവും മറ്റത് മറിച്ചതിലും ഒക്കെ പോകുന്നത്. കാരണം എന്ന് പറയുന്നത് RSSകാരന് ഇന്ത്യയിലെ രാഷ്ട്രപിതാവ്, നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന തിന്നികളാണ് ഈ RSSകാർ. അവനെ ന്യായീകരിക്കുന്നവരാണ് ഇന്നത്തെ മോഡിയും കൂട്ടരും. അപ്പോ RSSന്റെ 100ാം ജന്മവാർഷികം പ്രമാണിച്ച് 100ന്റെ കോയിൻ ഇറക്കി. എന്താണ് RSSന്റെ ചിഹ്നം വെച്ചിട്ട്? എന്ത് നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്? എന്ത് തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്? ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി കാണിക്കാൻ പാടുള്ള കാര്യമാണോ ചെയ്തത്? അല്ല. അതൊന്നും ഈ തെണ്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവനൊക്കെ ചാണകം മൂത്രവും കുടിച്ച് നടക്കുന്നവന് എന്ത് ദേശീയത, എന്ത് രാജ്യസ്നേഹം? ഇവരൊക്കെ ദേശദ്രോഹികളല്ലേ. അതായത് സ്വന്തം ദേശത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി ജീവൻ ബലിയർപ്പിച്ച മഹാത്മാഗാന്ധിയെ, നെഹ്റുവിനെയൊക്കെ ആക്ഷേപിക്കുന്നവര് ദേശസ്നേഹികൾ അല്ല, അവർ രാജ്യദ്രോഹികൾ തന്നെയാണ്, ദേശദ്രോഹികൾ തന്നെയാണ്.
ലോകത്തിന് മുമ്പിൽ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മളൊരു വീട്ടിൽ ഒരു മാതാവിന്റെ പിതാവിന്റെ മക്കളായിട്ട് 7 പേര് ഉള്ള ഒരു കുടുംബം, അവർ വിവാഹം കഴിച്ച് പിന്നെ ഓരോരോ വീടുകളായിട്ട് അവർ മക്കളും കുട്ടികളും ആകുമ്പോൾ വീട് പിന്നെ വീട്ടിലുള്ള കിട്ടാനുള്ള അവരുടെ അവകാശങ്ങൾ വാങ്ങിച്ച് പുറത്തോട്ട് പോകും. അതുപോലെ കണക്കാക്കിയാൽ മതി. ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് പെരുമാറാൻ കഴിയും. പാകിസ്ഥാൻ ആയിരുന്നാലും ബംഗ്ലാദേശ് ആയാലും ഇന്ത്യയിൽ നിന്ന് പോയി അതിനെന്താ, സോവിയറ്റ് യൂണിയൻ എത്ര കഷ്ണമായി. അപ്പൊ അതുപോലെ വിചാരിച്ചൂടെ? അപ്പൊ അല്ലാതെ അവർ ദേശദ്രോഹികൾ, അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പൊ പാകിസ്ഥാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞു വിലക്കാമല്ലോ അവരാ. ഇപ്പൊ ഈ മോഡിയും നവാസ് ഷെരീഫുമായിട്ട് എന്തുമാത്രം കമ്പനിയായിരുന്നു, നല്ല കമ്പനിയായിരുന്നു. ഇപ്പൊ ഇലക്ഷൻ വരുന്ന സമയത്ത് മോഡി പറയും, ഷെരീഫെ ആ ബോർഡറിൽ കയറി ഒരു 10-50 പിന്നെ ആളുകളെ അങ്ങോട്ട് വിട്, ഇവിടെ വന്ന് ആരെങ്കിലും നിരപരാധികളെ കുറച്ച് ആൾക്കാരെ വെടിവെച്ച് കൊല്ലട്ടെ, എനിക്ക് ഇലക്ഷൻ പറയാണ്, എനിക്ക് ജയിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തില്ലേ? അതുപോലെ പാകിസ്ഥാനിൽ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് മോഡി അങ്ങോട്ട് ആളിനെ വിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ ചെയ്യും, മോഡി അങ്ങോട്ട് ആക്രമിക്കും. അപ്പോ ഇതിനുള്ള പ്രതികാരം അത് ഇന്ത്യക്കകത്ത് പിന്നെ ഭീകരന്മാരാ അല്ലെങ്കിൽ തീവ്രവാദികളാ കയറി ആരെങ്കിലും വെടിവെക്കാൻ ആദ്യം പറയുക, എന്നിട്ട് പിന്നെ തിരിച്ചടിക്കുന്നത് പാകിസ്ഥാനിലെ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് തിരിച്ചടിച്ചു കൊടുക്കുക. അപ്പൊ നവാസ് ഷെരീഫിനും കസേര കുറച്ച്, മോഡിക്കും കസേര കുറച്ച്. അപ്പൊ ഇത് രാഷ്ട്രീയക്കാരുടെ അടവുകളാണ്. ഇത് മനസ്സിലാക്കാൻ ഇന്ത്യക്കാരന് ബുദ്ധിയുണ്ട്. അതായത് ഞാനായിരുന്നാലും നിങ്ങളായാലും സാധാരണക്കാരനായ ഇന്ത്യക്കാരനും സാധാരണക്കാരനായ പാകിസ്ഥാനിയും തമ്മിൽ യാതൊരു ശത്രുതയില്ല. കാരണം ഞാനിവിടെ സൗദി അറേബ്യയിൽ ജീവിക്കുന്നവരാണ്, ഞാനിവിടെ കാണുന്നു, ഞാൻ നേരത്തെ യുഎഇയിൽ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരനായ പാകിസ്ഥാനിക്ക് ഇന്ത്യക്കാരന് യാതൊരു പ്രശ്നങ്ങളുമില്ല. പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്കാണ്. അവർക്ക് അധികാരത്തിന്റെ കസേരയില്ല, അധികാരത്തിൽ ഇരുന്നിട്ട് ഇറങ്ങിപ്പോകാൻ വലിയ പ്രയാസമാണ്. അതായത് കൊണ്ടു ചത്ത് കുഴിയിൽ വെക്കുന്നവരെ ഇവനെല്ലാം അധികാരത്തിലിരിക്കണം. അത് പാകിസ്ഥാനി ആവട്ടെ ഇന്ത്യക്കാരനാവട്ടെ. അപ്പൊ അതാണ് അവരുടെ ആഗ്രഹം. അപ്പൊ അത് നിലനിർത്താൻ വേണ്ടി അവർ പലതും കാണിക്കും. അവര് നവാസ് ഷെരീഫ് മോശക്കാരനാണെന്ന് പറയും, മോഡി മോശക്കാരനാണ് നവാസ് ഷെരീഫ് പറയും. അപ്പൊ ഇതൊക്കെ അവർ കാണിക്കും അവരുടെ ആവശ്യങ്ങൾക്ക്. ഇപ്പൊ മോഡി ഒരു പ്രാവശ്യം പാകിസ്ഥാന്റെ പിന്നെ എയർ സ്പേസിൽ കൂടെ പോകുമ്പോഴത്തേക്ക് വെറുതെയെങ്കിലും മോഡി ഒന്ന് ടെലിഫോൺ ചെയ്തു നവാസ് ഷെരീഫ് എവിടെയുണ്ട്? ഞാനിവിടെ ഉണ്ട്. മോഡിജി എങ്ങോട്ട് പോകുന്നു? ഞാൻ നിങ്ങളുടെ മുകളിൽ കൂടെ എന്നാൽ നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം. അവിടെ ഇറങ്ങി ചായ കുടിച്ചിട്ടാണ് വന്നത് ഫ്ലൈറ്റിൽ. അപ്പൊ ഇങ്ങനെയുള്ള കമ്പനിയാണ് അവര്. അപ്പോൾ ആവശ്യത്തിന് അവർ വർഗീയത പറയും, ഭീകരത പറയും, എല്ലാം പറയും. അവർക്ക് അവരുടെ കസേരയാണ് പ്രശ്നം. ഇത് ഈ അറിഞ്ഞുകൂടാത്ത പൊട്ടന്മാരാണ് ABC വന്നിരുന്നത് അങ്ങനെ ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനായിട്ട് ഒരു യുദ്ധം ഉണ്ടായാൽ, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ഇന്ത്യയുടെ ഭാഗത്താണ് എനിക്കുള്ളൂ. ഞാൻ മാത്രമല്ല, എന്നെ പോലുള്ള ഏത് മുസ്ലിമും സ്വന്തം രാജ്യത്തെ വഞ്ചി കൊടുത്ത നീ ആദ്യത്തെ ഈ ABC പൊട്ടന്മാർ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ഇന്ത്യ ഒറ്റ കൊടുത്തിട്ടുള്ളവരുടെ ലിസ്റ്റ് എടുക്കുക. ഇന്ത്യയെ ഒറ്റ കൊടുത്തിട്ടുള്ള അവരുടെ ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ കഴിയും ആര് ഏത് ജാതിക്കാരാണ്, ഏത് സമുദായക്കാരാണ് ഇന്ത്യയെ ഒറ്റ കൊടുത്തിട്ടുള്ളത്. എടുക്ക്, ധൈര്യമുണ്ടെങ്കിൽ എടുക്ക്, ചരിത്രം എടുത്ത് പരിശോധിക്കുക. അതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവരുതിയത് ആരാണ്? RSS പടവരുതിയ. RSS ഒരുത്തം വന്നു, അവസാനം എന്താണ് ഗോൽവാക്കർ എന്താണ് ചെയ്തത്? എന്നെ ഈ ജയിലിൽ നിന്ന് വിട്ടാൽ ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങളുടെ പിന്നെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എന്തും ചെയ്യും. പക്ഷേ ഞാൻ ചെയ്യാൻ കഴിയുന്നത് ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അതായത് RSSകാർക്ക് ഞാൻ ഉപദേശം കൊടുക്കും, ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു കാരണവശാലും ഞങ്ങൾ പങ്കെടുക്കുകയില്ല. അതിനേക്കാൾ നല്ലത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ, കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രയത്നിക്കുമെന്നും പറഞ്ഞ് എഴുതി കൊടുത്തിട്ടാണ്. അങ്ങനെയുള്ള ചെരുപ്പ് നക്കികളാണ് ഈ RSSകാർ. അപ്പൊ അവരെന്ത് ചെറ്റത്തരവും കാണിക്കും, എന്ത് വിഡ്ഢിത്തരവും കാണിക്കും, എന്ത് തെമ്മാടിത്തരവും കാണിക്കും. അപ്പോ എനിക്ക് പറയാനുള്ളത്, ABC ആയിരുന്നാലും ശരി, നിന്റെ മറ്റിടത്ത് ഏതെങ്കിലും പേരുള്ള ചാനലായിരുന്നാലും കുറെ ഉണ്ടല്ലോ ഇവിടെ RSSന്റെ തിട്ടൂരം നടപ്പാക്കുന്ന. നിങ്ങൾ മനസ്സിലാക്കാനുള്ള, കേരളത്തിലെ ബുദ്ധിജീവികളെടുത്ത് നിങ്ങളുടെ ഈ കളിയൊന്നും നടക്കില്ല. നേരം വെളുത്ത ഏതെങ്കിലും ഒരു മൊബൈലൊന്ന് ഓപ്പൺ ചെയ്താൽ യൂട്യൂബിൽ കാണുന്ന അത്രയും വർഗീയതയും വിദ്വേഷവും വെറുപ്പുമാണ്. നിന്റെയൊക്കെ കാര്യം വലിയ കഷ്ടമാണ്. അതായത് നല്ല ആഹാരം കഴിച്ചിട്ട് അവസാന കാലമാകുമ്പോഴത്തേക്ക് ചാണകവും നിന്റെ മൂത്രവും കുടിച്ച് ബുദ്ധിയില്ലാത്ത തെണ്ടികളായി നീയൊക്കെ ചാവുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. എന്തായാലും വളരെയധികം കഷ്ടമാണ്. ചെറുപ്പക്കാരനാണ്, എന്താ സുനിൽ എന്നാണ്. എന്ത് സുനിൽ? നിന്റെ പേര് തന്നെ നീ മാറ്റ്. നിന്റെ പേരെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചാണകം ഒന്നാ അല്ലെങ്കിൽ മൂത്രം ഒന്നല്ലോ, അതാണ് നിനക്കൊക്കെ നല്ലത്. അപ്പൊ വന്നിരുന്ന് തെറ്റത്തരം പറയുന്നതിന്, അതായത് ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷവും വെറുപ്പും എന്തിനാണ് പറയുന്നത്? നിനക്ക് അതിലൊക്കെ സന്തോഷം കിട്ടും. ഇതൊക്കെ ഒരു സൈസ് സാഡിസ്റ്റുകളുടെ മനോ
ഗതികളാണ്. അതായത് സാഡിസ്റ്റുകളാണ്. എന്തെങ്കിലും കണ്ടാൽ അതിൽ പിന്നെ വർഗീയതയും അതിൽ മറ്റത് മറിച്ച് അശുഭാപ്തി വിശ്വാസം. നിങ്ങളൊക്കെ ഓപ്റ്റിമിസ്റ്റുകളാവണം. അതായത് മനുഷ്യന്മാർ തമ്മിൽ എന്തിനാണ് ജാതിയും മതവും നിനക്കെല്ലാം എവിടെയാണ് നീയൊക്കെ ജീവിക്കുന്നതെന്ന് നമ്മളിപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ജനങ്ങളുടെ ഇടയിൽ വർഗീയ വിദ്വേഷം വരുത്തുക, പിന്നെ വെറുപ്പുണ്ടാക്കുക, അങ്ങനെ നാട്ടിൽ സമാധാനക്കേടുണ്ടാക്കുക, ആക്രമണം ഉണ്ടാക്കുക, ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, ഇതൊന്നും കൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്? എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? മനസ്സിലാക്കി പ്രവർത്തിക്കും നിങ്ങൾ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും കാരണവശാൽ ഒരു യുദ്ധമോ മറ്റൊന്നും ഉണ്ടായാൽ ഞങ്ങൾ എപ്പോഴും ഇന്ത്യയുടെ ഭാഗത്തേ നിൽക്കുള്ളൂ. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണത്തിൽ വന്നാൽ ഞങ്ങൾ പോയി യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഷഹീദാവും. അതറിയാമോ? അത് നീ മനസ്സിലാക്കുക. നീ മുസ്ലിങ്ങളുടെ ചരിത്രം പഠിക്കു പോയി. ഷഹീദായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണെന്നാണ്. നിനക്ക് സ്വർഗം എന്താണെന്ന് അറിയാം, നരകം എന്താണെന്ന് അറിയാം. നിനക്ക് അറിഞ്ഞൂടാ. നീ അത് പഠിക്കണം. അത് ഹിന്ദു ധർമ്മത്തിലും ഉണ്ട് സ്വർഗവും നരകവും, അപ്സരസിലും ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവം വാഗ്ദാനം ചെയ്ത് തന്നെ. ദൈവം എന്ന് പറഞ്ഞാലും അള്ളാഹു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. അത് ദൈവം മലയാളത്തിൽ പറയുന്നു, അറബിൽ അള്ളാഹു എന്ന് പറയുന്നു. അത് തന്നെയാണ്. പിന്നെ ദൈവമായിരുന്നാലും അള്ളാഹു ആയിരുന്നു നമ്മളെ സൃഷ്ടിച്ചത്. നിന്നെയും എന്നെയൊക്കെ സൃഷ്ടിച്ച ഒരു ഇഷ്ട സൃഷ്ടാവ് തന്നെയാണ്. അല്ലാതെ നിന്നെ വേറൊരാൾ സൃഷ്ടിച്ച് എന്നെ വേറൊരാൾ സൃഷ്ടിച്ച് അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് നല്ലതെന്ന് പറയുന്ന മനുഷ്യന് സമാധാനം പിന്നെ ആയിട്ട് സന്തോഷമായിട്ട് ആളുകൾ സഹകരിച്ച് സൗഹാർദ്ദമായിട്ട് കഴിയട്ടെ. ഈ വെറുപ്പും വിദ്വേഷം ഉണ്ടാക്കി ആളിനെ എന്തിനാണ് നിങ്ങൾ രോഗിയാക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടം എന്താണ്? അതുകൊണ്ട് എന്താണ്? കുറെ കാശ് കിട്ടും. സംഖ്യകളേന്ന് കുറെ കാശ് കിട്ടും. അല്ലാതെ ഈ ജീവിതത്തിൽ ഒന്നും ഉണ്ട്. പക്ഷെ കാലാകാലം നീ ഒക്കെ ജീവിച്ചിരിക്കും. എന്തായാലും നമ്മൾ മരിക്കണ്ടേ? എങ്ങനെയാണ് മരിക്കുന്നത്? ദൈവം തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് മരിച്ചാലേ അപ്പോൾ കുഴിയിൽ പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ചുട്ടുകളായി നിങ്ങളൊക്കെ. എന്തായാലും ശരി. ഇപ്പൊ നല്ലതെന്ന് പറയുന്നത് നമ്മുടെ കേരള സമൂഹത്തിലുണ്ട്. നിങ്ങൾ ഈ ചാണാൻ തന്നെ വടക്കേ ഇന്ത്യൻ ഗോസ്വാമിമാരെ പോലെ ആവരുത്. നമ്മുടെ പിന്നെ കേരളം എന്ന് പറയുന്നത് സുഭിക്ഷമായിട്ട് ജനങ്ങൾ സന്തോഷത്തോടുകൂടി സൗഹൃദത്തില് വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ കഴിയട്ടെ. അതിനുവേണ്ടി ശ്രമിക്കുക. നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ? ഇങ്ങനെ മനസ്സിൽ ഈ അഴുക്കും വെച്ച് വൃത്തിയിട്ട മനസ്സുമായിട്ട് നടന്ന് നിങ്ങൾക്ക് എന്താണ് നേട്ടം ഉണ്ടാവാൻ പോകുന്നത്? താൽക്കാലികമായ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെയുള്ള ചരിത്രം കാണിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.